ജീവനക്കാർ പണിമുടക്കിയതിനു പിന്നാലെ 3 മണിക്കൂറായി തൃശൂർ നഗരത്തിൽ വൈദ്യുതിയില്ല. മേയറെ കോൺഗ്രസ് കൗൺസിലർമാർ തടഞ്ഞുവെച്ചു. വൈദ്യുതി വിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. ജീവനക്കാരെ വെട്ടിക്കുറച്ചത് പിൻവലിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. ജെയ്സൺ ചമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, സമരം തുടർന്നാൽ തന്നെയും തൃശൂർ നഗരമാകെ വൈദ്യുതി ഉണ്ടാവില്ല അല്ലേ? നിലവിൽ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. റോഷ്നി, സംസ്ഥാനത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൈദ്യുതി വിതരണം നേരിട്ട് നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനിൽ 229 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഒറ്റ ഉത്തരവ് മുതൽ വകുപ്പിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിന്റെ ഒറ്റ ഉത്തരവ് മുതൽ ഒറ്റ ഉത്തരവ് കൊണ്ട് 103 ജീവനക്കാരായി കുറഞ്ഞു. അതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് നഗരം പോയിരിക്കുന്നു. നഗരത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ ആസ്ഥാനവും അതുപോലെ തന്നെ ചുറ്റുപാടുകളുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 4 മണിക്കൂറായി വൈദ്യുതി നിശ്ചലമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വലിയ തോതിൽ ആളുകളെ ജീവനക്കാർ വെട്ടിക്കുറച്ചത് മൂലം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ജീവനക്കാർ പൂർണ്ണമായി സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളും സമരത്തിലുണ്ട്. തൃശൂർ കോർപ്പറേഷൻ മേയർ തന്നെ പറഞ്ഞു, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്, വീഴ്ചയാണ് ഇത്തരമൊരു പ്രതിസന്ധി കാരണമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. അടിയന്തരമായി ചർച്ച നടത്തി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അല്ലാത്ത പക്ഷം വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തൃശൂർ കോർപ്പറേഷൻ വലിയ ഇരുട്ടിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകും. ശരി, ജെയ്സൺ ചാവോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.